നമ്മൾ ബേക്കൽ നിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ ആണ് വഴിയിൽ ഈ കട കണ്ടത്. അപ്പോൾ ഇത് മനോഹരമായിട്ടുണ്ട്. ഈ കരകൗശല വസ്തുക്കൾ കൈകൊണ്ടുണ്ടാക്കിയത് നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ. പാളത്തൊപ്പി ഉണ്ട് അടിപൊളിയായിട്ടുള്ളത്. ഇതെന്താ ചേട്ടാ ഇത്? ചൂല. അപ്പോൾ ഇത് നമ്മളെ സതീഷ് ചേട്ടൻ്റെ കടയാണ്. സതീഷ് ചേട്ടാ നമസ്കാരം ഉണ്ട്. നമസ്കാരം. കാഞ്ഞങ്ങാട് അല്ലേ സ്വദേശം? പുതിയ കോട്ട. അപ്പൊ നിങ്ങളതാണ് ഈ കട അല്ലേ? ഇതെല്ലാം വീട്ടാവശ്യത്തിന് കൈകൊണ്ടുണ്ടാക്കിയത് അല്ലേ? ഹാൻഡ് മെയ്ഡുകൾ അല്ലേ? ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സംഭവങ്ങളാണ്. വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും വിസിറ്റ് ചെയ്യണം. ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്നവർ കാഞ്ഞങ്ങാട് ഈ സ്പോട്ടിന് എന്താ പറയാ, കാഞ്ഞങ്ങാട് ടൗൺ എത്തുന്നതിന് മുമ്പിൽ അല്ലേ? പുതിയ LICന്റെ മുമ്പിലാണ് ഈ കടയുള്ളത്. കടക്കുന്ന പേരുണ്ടോ? കടക്ക് അങ്ങനെ പേരില്ല. ഈ പുതിയ LICന്റെ മുമ്പിലാണ് ഈ കടയുള്ളത്. ഇത് വീട് ആവശ്യങ്ങൾക്കുള്ള അടിപൊളി ഒരു കടയാണ്. 2 കടയാണ്. സൂപ്പർ സംഭവങ്ങളാണ്. ചൂലുകള്. ഇതൊരു വ്യത്യസ്തമായ ചൂല. ഞാനിതുവരെ കണ്ടില്ല ഇതേമാതിരിയുള്ള ചൂലുകളൊന്നും. ഇത് പൂജാമുറിയിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചൂലാണ്. കൊട്ടകള് അതേമാതിരി. ഇത് മൊറാന്ന്. പിന്നെ പാളയുടെ തൊപ്പി. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാളത്തൊപ്പി. ഒരു വീട്ടാവശ്യത്തിന് ഉപകാരപ്രദമായ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷിയുടെ കൂടുണ്ട്, പൂക്കൊട്ടകൾ. ആർക്കെങ്കിലും ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ പറ്റിയ സംഭവമാണ്. ഈ സതീഷ് ഭട്ടുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിൽ ഉപകാരപ്പെടുന്ന ഐറ്റംസ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാമെന്നാണ് ലക്ഷ്യം. അപ്പോൾ ഈ കടയിലുള്ളത് മാക്സിമം അതേമാതിരിയുള്ള സാധനങ്ങളാണ്. കൂടുതലും ചൂരലിൻ്റെ, പായയുടെ, പാളയുടെ എല്ലാം, മണ്ണിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി സാധനങ്ങളാണ് ഈ കടയിൽ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായ. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പായയാണ്, കിടക്കാനിൽ ഉപയോഗിച്ചിരുന്ന പായ. അതേമാതിരി പുൽപ്പായൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാൻ തന്നെ ഇല്ല. എല്ലാം പ്ലാസ്റ്റിക് കവർന്നെടുത്തു. പ്ലാസ്റ്റിക്കിൻ്റെ പായകളാണ് ധാരാളമായി കിട്ടുന്നത്. അപ്പോൾ പുൽപ്പായയാണ് എനിക്ക് വളരെ കൗതുകം തോന്നി. പുൽപ്പായ, അതേമാതിരി സാധാരണ പായ, കൊട്ടകൾ, വട്ടികൾ, ഒരുപാട് ഐറ്റംസ് എല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കിനെ തീർത്തും ഉപേക്ഷിച്ച് ഇതേമാതിരിയുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. കൂടാതെ മൺപാത്രങ്ങളുണ്ട്, അനവധി മൺപാത്രങ്ങൾ. ഇത് നാഴിയില്ലേ? നാഴിയല്ലേ? നാഴിയാണ്. മരത്തിൻ്റെ ആണ്. ഇത് ചെറിയ മസാലകളിൽ ഇരിക്കുന്നതാണ്. അതും മരത്തിൻ്റെ. ഇത് പുകയിടുന്ന സംഭവം. അങ്ങനെ പുകയിടാൻ വേണ്ടിയുള്ള തിരികളെല്ലാം ഉണ്ട്. കൊതുകിനെ കൊല്ലാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കപ്പ്, മണ്ണിന്റെ കപ്പ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതിനെത്ര ചേട്ടാ? ഇത് 60 റുപ്യാണ് ഒരു കപ്പിന്. പിടിച്ചോ. ആ ചൂലിന് എത്ര? ഇതേമാതിരിയുള്ള ചൂല്. ഇത് ഞാൻ എവിടെ? പൂജാമുറിയിൽ അടിക്കുന്ന ചൂലുകളാണ്. 50 രൂപ വരെ. കർണാടക അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് പുതിയ ഏതല്ലേ? പറഞ്ഞു പുതിയ LICന്റെ മുമ്പിലുള്ള ഹൈവേയിൽ തന്നെയാണ് ഈ കടയുള്ളത്. പേര് നാഷണൽ ഹൈവേ അല്ല, ഇത് മറ്റേ ബൈപ്പാസ് റോഡ്, മറ്റേ കാസർഗോഡ് ചന്ദ്ര ബൈപ്പാസ് റോഡിലല്ലേ? പേരെന്താ പറഞ്ഞ? സതീഷ് പ്രഭു എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ എല്ലാവരും കട വന്ന് സന്ദർശിക്കണം. അടിപൊളി സാധനങ്ങളാണ്. ഇതാ നിലത്ത് ഇരിക്കുന്ന പായ, പുൽപ്പായ. ഇതിന് പുൽപ്പായ, ഇത് പന്തിപ്പായ എന്ന് പറയും. പന്തിപ്പായ. പുൽപ്പായ വരുന്നുണ്ട്. അത് യോഗ ചെയ്യാനും മറ്റേ കിടക്കാൻ, പിന്നെ പാലക്കെട്ടി ചെലവാ, പഴയ മോഡൽ ചെലവ്. പുൽപ്പായ എന്നാ നമുക്കൊരു പുൽപ്പായ തരും. നല്ലത്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു പുൽപ്പായ കച്ചവടം ചെയ്യാന്ന് വിചാരിക്കും. അതിനെത്രയാ? 100 രൂപ. അപ്പൊ 100 രൂപക്ക് നമ്മളൊരു പുൽപ്പായ വാങ്ങി. അതൊന്ന് നിർത്തി കാണിച്ചേ. ഇതാ അടിപൊളി പുൽപ്പായാണ്. നമുക്ക് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം.
ചൂട് സമയത്ത് നിലത്ത് വിരിച്ച് കിടക്കാം എല്ലാം ആണ്. ഇപ്പം നമ്മളെ നാടുകളിലൊന്നും ഈ പുൽപ്പായ ഇപ്പം കിട്ടാനില്ല, എല്ലാം പ്ലാസ്റ്റിക് ആയിപ്പോയി അല്ലേ. ഈ പുൽപ്പായെല്ലാം വളരെ അപൂർവമായി കിട്ടുന്ന സാധനമാണ്, പ്ലാസ്റ്റിക് ആണ്. അതേമാതിരി ഓലപ്പായകളെല്ലാം കിട്ടാനില്ല. അപ്പൊ ഇത് ആയിരിക്കും വേണമെങ്കിൽ ഈ വഴി പോകുന്നവര് അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് കൊടുക്കും, നിങ്ങൾ അയച്ചു കൊടുക്കും അല്ലേ. വേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. ചേട്ടൻ്റെ നമ്പർ കാർഡ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ചേട്ടന്റെ നമ്പർ, സതീഷ് പ്രഭു 790 608 19 സതീഷ് പ്രഭു LIC ന്യൂ LIC ഇതിന്റെ ഓപ്പോസിറ്റ് കാഞ്ഞങ്ങാട്. എക്സാക്ട് സ്ഥലത്തിന്റെ പേര് പുതിയ കോട്ടം അവിടെയാണ്. അപ്പൊ നമ്മളൊരു പായ മേടിച്ചു, സതീഷ് പ്രഭുവോട് ഒരു പായ നമ്മൾ കച്ചവടാക്കി. അപ്പം ആവശ്യക്കാർ ഇതാ ഈ പായൊന്നും നമുക്ക് ഇപ്പം സാധാരണ ഇപ്പൊ കിട്ടാറില്ല, ഇത് വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ. എല്ലാം പുൽപ്പായകളായി. അപ്പൊ ഇതേ പ്ലാസ്റ്റിക്കിന്റെ പായകളായി. പുൽപ്പായെല്ലാം കിട്ടാൻ വലിയ വിഷമാണ്. നമ്മളെ വണ്ടി വഴിയിൽ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഈ LICന്റെ ഓപ്പോസിറ്റ്. ആ കാണുന്നതാണ് LICന്റെ കെട്ടിടം, പുതിയ LIC. അത് ആ ടെമ്പോ നിൽക്കുന്നതിന്റെ പുറകിലാണ് ഈ സതീഷിന്റെ കട. റെഡി, ഒരു പായ വാങ്ങി. അടിപൊളിയല്ലേ? വേണ ഇനി വേണ? അപ്പൊ ഭാര്യ കട കണ്ടില്ല എന്ന് പറയുന്നത്, പോയി കാണട്ടെ. ആ എടുത്തോ. അപ്പൊ നമ്മള് 2 കപ്പും കൂടി മേടിച്ചു. അപ്പോ ഒരു കുടുക്കി എടുത്തു. മോര് ഒഴിച്ചു വെക്കാനാ ഒരു. എന്തിനാണ് മോരൊഴിച്ചു വെക്കാൻ? ഓക്കെ, ശരിയാ. നല്ല തണുപ്പുണ്ടാവും അല്ലേ മോരൊഴിച്ച് വെച്ച് കഴിഞ്ഞാല്. മോര് നല്ല തണുപ്പായിട്ട് കിട്ടും. ഇത് പിന്നെ ഒരു ചട്ടി വേണോ? ചട്ടി നമ്മളെ ഉണ്ടല്ലോ, 2 വേണം. മതി. കൊട്ട, വട്ടി, ചൂല്, പായ, മുറം, പാളത്തൊപ്പി, അതുമാതിരി മൺപാത്രങ്ങൾ, മണ്ണിൻ്റെ മീൻചട്ടി, കപ്പുകൾ, പൂജാമുറിയിൽ അടിക്കുന്ന ചെറിയ തരം ചൂലുകൾ, ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്ന കൊട്ട, പുൽപ്പായ, നമുക്ക് യോഗാസനം എക്സസൈസ് എല്ലാം ചെയ്യാനെല്ലാം. എന്നാ വാങ്ങിയ കുടുക്കി കപ്പും